ചെവിൻ്റെ വേദനക്ക് മൂളലിന് ചെറിയ രീതിയിൽ കുറവുണ്ട്, നല്ലോണം ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആ രണ്ട് ഭാഗത്ത് നെക്കി അമർത്തി വീഴിഞ്ഞില്ലേ ചെവിൻ്റെ അടിയിൽ കുറ്റിയിൽ, അവിടുത്തെ നീരൊക്കെ നല്ലോണം കൊണ്ടുക്കണം. ഇടത് ഭാഗത്ത് കുറച്ച് നീര്, ഒരു മണിയായിട്ടൊരു നീര് ഇപ്പോഴും ഉണ്ട്. വലത് ഭാഗത്തൊക്കെ നല്ലോണം കറങ്ങണ്. നീരിൻ്റെ അവസ്ഥകൾ വളരെ മാറ്റമുണ്ട്. ചെവിയിൽ മൂളലിന് മാറ്റം ചെറുതായിട്ടുള്ളൂ. തൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ അസ്വസ്ഥതകളുണ്ട് ചെറുതായിട്ട്. എന്നാലും നല്ല മാറ്റം തന്നെയാണ്. നല്ല മാറ്റം എന്ന് പറയാൻ നല്ലൊരു പകുതി കണ്ട് കുറഞ്ഞ മാതിരി എനിക്കൊരു അനുഭവം ഉണ്ട്. പക്ഷേ ആ തല തിരിച്ചലും തല ടൈറ്റാകലും ആ വീഡിയോയിൽ കണ്ടില്ലേ, അത് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരു പൊറുതികേടുണ്ട്. ലൈറ്റ് ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പച്ചക്കറി പോലത്തെ, അതായത് ശരീരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. പെരടിൻ്റെ ആ തേക്കാൻ തന്ന അതുണ്ടല്ലോ ജെല്ല്, തല തിരിച്ചലും ചെവി മുകളിലൊക്കെ തന്നെ ഒന്ന് 5 ബോട്ടിൽ തന്നിരുന്നല്ലോ, അത് കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇനി കഷ്ടിയൊരു കുറച്ച് ദിവസം കൂടി ഉണ്ട്. ഇപ്പം നിർബന്ധമല്ല, 2-3 ആഴ്ചക്കൊക്കെ നാട്ടിൽ വരുന്നവരുണ്ട് ഇവിടെ. മൂക്കിലൊറ്റിക്കണ തുള്ളി മരുന്ന് തലൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു വീക്കം, നീർക്കെട്ട് മാതിരി. അതായത് കഴുത്തിൻ്റെ ഭാഗത്ത്, കഴുത്തിൻ്റെ എല്ലിൻ്റെ ഉണ്ടല്ലേ നമ്മളെ കയ്യിൻ്റെയും കൗത്തിൻ്റെയും പാടെ ഈ എല്ലിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, കക്ഷത്തിൻ്റെ നേരെ മേലെ അവിടേക്ക് ഒരു കട്ടിപ്പ് നീർക്കെട്ടുണ്ടായി. അതിനൊക്കെ കുറഞ്ഞൊരാശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ നെഞ്ചത്തും പുറത്തും ഉണ്ടായിരുന്നു. പിന്നെ നാഭിൻ്റെ ഭാഗത്ത്, ഇടത് ഭാഗത്ത് നീർക്കെട്ടിൻ്റെ അനുഭവങ്ങളൊക്കെ ആ ഇടത് ഭാഗത്തിന് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ ചെറുതായിട്ടൊന്ന് അയഞ്ഞ മാതിരി ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അത് തേക്കുന്നുണ്ട്. അത് 2 നേരം നല്ലോണം തേക്കും, രാവിലെയും രാത്രിയും തേക്കും നല്ലോണം. അതിങ്ങനെ നമ്മൾ തല ഇങ്ങനെ കടിച്ച്, പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ തല തിരിച്ചുമ്പോൾ തലേൻ്റെ ഉള്ളിൽ നിന്ന് കിരി എന്നൊരു വെച്ചുണ്ടാവും. അത്രയും ഒട്ടിപ്പിടുത്തുണ്ടാവില്ല. ഇടത് ഭാഗം മൂക്കിൻ്റെ ആ ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഒരു ദശ അടഞ്ഞ മാതിരി. പിന്നെ നമ്മൾ മൂക്കിലൊറ്റിക്കണ മരുന്ന് ഒറ്റിക്കണ സമയത്ത് അപ്പോൾ കുറച്ച് കഫക്കൊണ്ട് പോരും, ഒരു നീറലുണ്ടാവും, ഒരു പൊറുതികേടുണ്ടാവും. അത് വഹിക്കണമുണ്ട്. പെറ്റ തുറക്കണം. ഇനി വല്ല തലക്ക് ഇനി വല്ല എണ്ണ അവിടെ തേക്കാനിഞ്ഞ് ശക്തമായ എണ്ണകൾ വല്ലതും ഉണ്ട്, ആ കട്ടിപ്പുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ എണ്ണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. ഇൻഷാ അല്ലാഹ് മാറും. ദുആ ചെയ്യ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.